ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, ബയോവേൾഡിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 സുവോളജിയിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിലെ ടോപ്പിക്സാണ്. കുറേ ചോദ്യങ്ങളിലൂടെ ഈ വർഷം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന ചാപ്റ്ററിൽ നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രഗ്നൻസി കൺട്രോളിങ് മെത്തേഡ്സ്, അതുപോലെ ഇൻഫെർട്ടിലിറ്റി പരിഹരിക്കാനുള്ള മാർഗങ്ങൾ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറേ മിസ്യൂസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലോട് കടക്കാം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക. അവർക്കെല്ലാവർക്കും മികച്ച സ്കോറുകൾ നേടാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അമ്നിയോസെൻറ്റസിസ്. വാട്ട് ഈസ് അമ്നിയോസെൻറ്റസിസ്? അമ്നിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ലിംഗനിർണയം നടത്താൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഫീറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റിൻ്റെ പേരാണെന്ത്? അമ്നിയോസെൻറ്റസിസ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരുന്ന കുഞ്ഞിന് ചുറ്റും കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണെന്ത്? ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് കളക്ട് ചെയ്തുകൊണ്ടാണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ ഒരു ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണിത് അമ്നിയോസെൻറ്റസിസ്. ഇത് നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് പെൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പെൺ ഭ്രൂണഹത്യക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു ടെസ്റ്റ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആൻസർ ചെയ്യേണ്ടത്? ഇറ്റ് ഈസ് എ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റ്. ഇറ്റ് ഈസ് ബാൻഡ് ടു പ്രിവെൻറ്റ് ദ ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് നമ്മൾ ആൻസർ ചെയ്താൽ മതിയാവും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു ഓർഡറും കീപ്പ് ചെയ്യുന്നേ അല്ല കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയായിട്ട് നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പാറ്റേണിലൊന്നും ആയിക്കൊള്ളോ യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഈ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് IUD എന്ന് വിളിക്കുന്ന വേർഡിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസ്. ഇവിടെ ടിഷ്യൂ എന്ന് എഴുതിയ തെറ്റാണ്. ഡിവൈസസ് എന്ന് കറക്റ്റ് ചെയ്ത് വായിക്കണേ. ഓക്കെ, അപ്പോൾ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUD എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ഈ ഡിവൈസസുകളുടെ പ്രത്യേകത, ഇൻട്രാ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഉള്ളിൽ എന്നുള്ള അർത്ഥമല്ലേ? ഗർഭപാത്രത്തിൻ്റെ യൂട്രസിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുന്ന ഉപകരണങ്ങളായതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUD എന്ന് വിളിക്കുന്നത്. സോ ഇവ പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പല തവണ ഈ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് 3 ടൈപ്പ് ഉണ്ട്. നെയിം 3 ടൈപ്സ് ഓഫ് IUDs. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് കോപ്പർ റിലീസിങ് IUDകൾ. ഒന്നാമത്തെ ടൈപ്പാണ് കോപ്പർ റിലീസിങ് IUDകൾ. ഇവർ കോപ്പർ റിലീസ് ചെയ്യും. ഈ കോപ്പറുകൾ സ്പേമുകളെ നശിപ്പിച്ച് കളയും. അത്തരം IUDകളെ വിളിക്കുന്ന പേരാണെന്ത്? കോപ്പർ റിലീസിങ് IUDs. ഇതിന് എക്സാമ്പിളാണ് കോപ്പർ T, കോപ്പർ 7, ഇവിടെ ഒരു കോമ ഇടണം, മൾട്ടി ലോഡ് 375. സോ കോപ്പർ റിലീസിങ് IUDകളുടെ 3ൻ്റെയും എക്സാമ്പിൾ കൃത്യമായിട്ട് കോപ്പർ റിലീസിങ് IUDയുടെ 3 എക്സാമ്പിൾസും വളരെ കൃത്യമായിട്ട് തെറ്റാതെ 3 പഠിച്ചിരിക്കണം. 1 കോപ്പർ T, 2 കോപ്പർ 7, 3 മൾട്ടി ലോഡ് 375. രണ്ടാമത്തെ വിഭാഗം IUD ആണ് ഹോർമോൺ റിലീസിങ് IUDകൾ. ഇവ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ, ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചില ഹോർമോണുകളാണ് റിലീസ് ചെയ്യുന്നത്. ഇത്തരം IUDകൾക്ക് എക്സാമ്പിളാണ് LNG-20, പ്രൊജസ്റ്റസെർട്ട്. രണ്ടാമത്തെ വിഭാഗം IUDകൾ. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് IUD ഈസ് കോൾഡ് നോൺ മെഡിക്കേറ്റഡ് IUDs. നോൺ മെഡിക്കേറ്റഡ് IUDക്ക് എക്സാമ്പിളാണിത് ലിപ്പസ് ലൂപ്പ്. ഈ 3 വിഭാഗത്തിൻ്റെ പേരും അതിൽ ഓരോന്നിലുള്ള മുഴുവൻ എക്സാമ്പിൾസും നിർബന്ധമായും പഠിച്ചു വെക്കണം. നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് which are transmitted through sexual intercourse are collectively called sexually transmitted infections. സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ പകരുന്ന അസുഖങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്.
ചോദ്യം ഇതാണ്, നെയിം എനി ടു STI. ഏതെങ്കിലും ഇത്തരത്തിലുള്ള 2 അസുഖങ്ങൾക്ക് എക്സാമ്പിൾ എഴുതുക. ഒരുപാട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാം ഓർത്ത് വെക്കുക. HIV, സിഫിലിസ്, ഹെപ്പറ്റൈറ്റിസ് B, ജെനൈറ്റൽ ഹെർപ്സ്, ജെനൈറ്റൽ വാർഡ്സ്, ക്ലാമിഡയാസിസ്, ട്രൈക്കോമോണിയാസിസ്, എല്ലാ എക്സാമ്പിളും കൃത്യമായി പഠിച്ചു വെക്കുക. ഇതിൽ 3 ഇവിടെ ചോദിച്ചിട്ടില്ല. ഇതിൽ 3 എന്താണ്? നോൺ ക്യൂറബിൾ ആണ്, ഭേദമാക്കാൻ പ്രയാസമുള്ള അസുഖങ്ങളാണ്. അതും പ്രത്യേകമായി ലിസ്റ്റ് ചെയ്ത് ഓർത്ത് വെക്കണം. അതാണ് HIV, ഹെപ്പറ്റൈറ്റിസ് B, ജെനൈറ്റൽ ഹെർപ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് STI. STI തടയാനുള്ള 2 മാർഗങ്ങൾ ഏതെല്ലാമാണ്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയ അസുഖങ്ങളെ തടയാൻ സഹായിക്കുന്ന ഏതെങ്കിലും 2 അസുഖങ്ങൾ. ഒന്ന്, അവോയ്ഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, ഒന്നിൽ കൂടുതൽ പേഴ്സൺസുമായിട്ടുള്ള സെക്ഷൽ കോണ്ടാക്റ്റ് ഒഴിവാക്കുക. രണ്ടാമത്തതാണ് യൂസ് ഓഫ് ദ കോണ്ടംസ്. ഇങ്ങനെ 2 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഒരുപാട് തവണയായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ മാർക്ക് കിട്ടിയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ഒരു 3rd ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് ആർട്ട്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. നമ്മുടെ ടാബിൻ്റെ പേനൊക്കെ ഒരു കംപ്ലൈൻറ്റ്, അതുകൊണ്ടാണ് ക്ലാരിറ്റി കുറയുന്നത്. സോ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്ത ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു കൂട്ടം ടെക്നോളജികളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. നിങ്ങൾ കേട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് ബേബീസ്, IVF, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി മെത്തേഡുകൾ ഈ ആർട്ടിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സജസ്റ്റ് ദ ആർട്ട് വിച്ച് മേ ബി സക്സസ്ഫുൾ ഇൻ ഫോളോവിങ് കേസസ്. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ അപ്ലൈ ചെയ്യാവുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജികൾ ഏതെല്ലാമാണ്? ഓക്കെ, ഒന്നാമത് നോക്കുക, ഇനബിലിറ്റി ഓഫ് മെയിൽ പാർട്ട്ണർ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ. ഒരു മെയിൽ പാർട്ട്ണർക്ക് ഫീമെയിലിന് സെക്ഷൽ ഇൻ്റർകോഴ്സിന് സാധിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഏത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക? അതാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ അല്ലെങ്കിൽ AI. കൃത്രിമമായിട്ട് മെയിൽ ബോഡിയിൽ നിന്നും സെമൻ കളക്ട് ചെയ്തിട്ട് അത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. ഇതിനെ നമ്മൾ IUI എന്നും വിളിക്കാറുണ്ട്. IUI എന്ന് പറഞ്ഞാൽ IUI മീൻസ് ഇൻട്രാ യൂട്ടറൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്താ? ദ ഫീമെയിൽ കനോട്ട് പ്രൊഡ്യൂസ് എൻ ഓവം. ഒരു സ്ത്രീക്ക് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ക്യാൻ പ്രൊവൈഡ് suitable environment ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫർദർ ഡെവലപ്മെൻറ്റ്. എന്നാൽ ഫെർട്ടിലൈസേഷനും തുടർന്നുള്ള വളർച്ചക്കുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവരുടെ ബോഡിയിൽ ലഭ്യമാണ്. അവർക്ക് ആകെ കുറവുള്ളത് എന്താണ്? ഒരു ഓവം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കുറവാണ്. അത്തരം സാഹചര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡോണറിൽ നിന്നും ഒരു ഓവം ശേഖരിക്കുക. ഡോണർ മറ്റൊരു സ്ത്രീയുടെ ബോഡിയിൽ നിന്നും ഒരു ഓവം കളക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഓവം എന്ത് ചെയ്യുക? ഈ സ്ത്രീയുടെ ഫലോപ്പിയൻ ട്യൂബ്യൂളിൽ നിക്ഷേപിക്കുക. അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡോണർ തന്ന ഓവം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക? അവർക്ക് പ്രഗ്നൻ്റ് ആവാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ഗിഫ്റ്റ് എന്ന് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക? ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഗ്യാമേറ്റ് മീൻസ് സ്പെർം ആൻഡ് ഓവം. ഇൻട്രാ മീൻസ് ഉള്ളിലോട്ട്. ഫലോപ്പിയൻ ട്യൂബിൻ്റെ F മീൻസ് ഫലോപ്പിയൻ. സോ ഒരു ഗ്യാമേറ്റിനെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണിത് ഗ്യാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. സോ അത് ചോദിക്കാം. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ തന്നുകൊണ്ട് ഏത് മെത്തേഡ്സാണ് ഇവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെത്തേഡ് കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ ഇവിടെ ചോദിക്കാവുന്ന വേറെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മളത് ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിനെപ്പറ്റി ചെറിയൊരു നോട്ട് പറയാം. മറ്റൊന്നാണ് ICSI.
ഇക്സി എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ഇതിൻ്റെ ഫുൾ ഫോം നമ്മളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ മീൻസ് ഉള്ളിലോട്ട്, സൈറ്റോപ്ലാസ്മ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ ഉൾഭാഗമാണ്. സ്പേം ഇഞ്ചക്ഷൻ അതായത് സ്പേമിനെ ഓവത്തിൻ്റെ ഉള്ളിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്ന രീതിയാണെന്ത് ഇക്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൂടി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോവുകയാണ്. നെയിം ആൻഡ് ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ്. ഓറൽ കോൺട്രസെപ്റ്റീവ് മീൻസ് പ്രഗ്നൻസി കൺട്രോളിങ് മെത്തേഡ്. ഓറൽ മീൻസ് ടാബ്ലറ്റായി കഴിക്കുന്ന മരുന്നുകളാണ് നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ് എന്ന് വിളിക്കുക. അതായത് ഇന്ത്യയിലുള്ള സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CDRI എന്ന സ്ഥാപനം ഇവർ ഡെവലപ്പ് ചെയ്ത പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ടാബ്ലറ്റ് അല്ലെങ്കിൽ മരുന്നിൻ്റെ പേര് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് സഹേലി എന്നാണ് നമ്മൾ വിളിക്കുക. സഹേലി സ്റ്റാൻഡ്സ് ഫോർ സഹേലി ഇസ് ദ ഓറൽ കോൺട്രസെപ്റ്റീവ് ഡെവലപ്ഡ് ബൈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഒന്നുകൂടി തരികയാണ്. അത് വേറെ വർഷം വന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിലോട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇൻഫെക്ഷൻസ് ഓർ ഡിസീസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോൺടാക്ട് ആർ കോൾഡ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഇത് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, നേരത്തെ വന്ന സൊലിവിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. സബ്സ്റ്റാൻഷിയേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനിക്കുന്നത് ഫാദറാണ്, മദർ അല്ല. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്, നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പലപ്പോഴും ഒരു വീട്ടിൽ പെൺകുട്ടി ഉണ്ടാകുമ്പോൾ അത് അമ്മയുടെ ഒരു കുറ്റമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സെക്സ് തീരുമാനിക്കുന്ന ആരാണ്, അച്ഛനാണ്, അമ്മയല്ല എന്ന് പറയാനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. അത് നമുക്കറിയാം, ഞാനത് ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ XX ആണല്ലോ അല്ലേ, നമ്മളെ പേര്. ഓക്കെ, ഫീമെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം, ഫീമെയിലിൻ്റെ സെക്സ് ക്രോമസോംസ് XX ആണല്ലോ അല്ലേ. നമ്മളെ ഓക്കെ 1 സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാവുന്നതാണ് ഫീമെയിൽ സെക്സ് ക്രോമസോംസ് അതല്ല X ക്രോമസോംസ്. 2 X ക്രോമസോമാണ് ഫീമെയിൽ ബോഡിയിൽ ഉണ്ടാവുക. നമ്മുടെ ടാബിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ. ഓക്കെ, കറക്റ്റ്. സോ ഫീമെയിൽ മീൻസ് XX ക്രോമസോം. ഓക്കെ, അപ്പോൾ ഫീമെയിലിൻ്റെ സെക്സ് ക്രോമസോം നമുക്കറിയാം 2 X ക്രോമസോമാണ്. പുരുഷന്മാരുടെ സെക്സ് ക്രോമസോം അത് X-ഉം Y-ഉം ആണ്. സോ നമ്മൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ അവർക്ക് എന്താണ് 2 X ക്രോമസോം ഉണ്ടാവും. പെൺകുട്ടിക്ക് 2 X ക്രോമസോം ഉണ്ടാവും, ആൺകുട്ടികൾക്ക് ഒരു X-ഉം Y-ഉം ഉണ്ടാവും. സോ ഈ ഫീമെയിൽ ബോഡിയിൽ നിന്ന് ഇവർക്ക് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഈ ഫീമെയിലിന് X ക്രോമസോം മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മെയിലിന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ X കൊടുക്കാം അല്ലെങ്കിൽ Y കൊടുക്കാം. നമുക്ക് 2 സെക്സ് ക്രോമസോം ഉണ്ടെങ്കിലും 2-ൽ 1 നമുക്ക് ഫാദർ തരുന്നത്, രണ്ടാമത്തെ മദർ തരുന്നതാണ്. അപ്പോൾ മദറിൻ്റെ കയ്യിൽ തരാനുള്ളത് എന്തേ ഉള്ളൂ, 2 X ക്രോമസോമാണ്. അപ്പോൾ ഒരു X വരാൻ ചാൻസ്. ഫാദറിൻ്റെ ഭാഗത്തു നിന്ന് X വരാം അല്ലെങ്കിൽ Y വരാം, ഏതെങ്കിലും ഒന്നേ തരും കേട്ടോ. സോ മദറിന് X-ഉം ഫാദറിന് X-ഉം വന്നാൽ XX ആയിരിക്കും, അതൊരു ഫീമെയിൽ ആയിരിക്കും അല്ലേ. എന്നാൽ മദറിന് X-ഉം ഫാദറിന് Y എന്ന് പറഞ്ഞാൽ XY വരും, ഇറ്റ് വിൽ ബി എ മെയിൽ. സോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ തീരുമാനിക്കുന്നത് മെയിൽ പാർട്ടിൽ നിന്ന്, ഫാദറിൻ്റെ ഭാഗത്തുനിന്ന് X ക്രോമസോമാണോ Y ക്രോമസോമാണോ നമുക്ക് ഏതാണ് കിട്ടുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരാൾ മെയിൽ അല്ലെങ്കിൽ ഫീമെയിലായിട്ട് മാറുന്നത്. ഇനി നിങ്ങൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചിത്രം, ഈ ഒരു ഡയഗ്രാം അവിടെ ഭംഗിയായി വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്കിന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാനുള്ള 2 മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ A ഏതാണ് B ഏതാണ് ചോദിക്കുന്നത്. സോ ദിസ് A എന്ന് പറഞ്ഞാൽ ഏതാണ്, വാസെക്ടമി എന്ന മെത്തേഡാണ്. എന്താണ് വാസെക്ടമി.
And B is the tubectomy. ഇവിടെ ദിസ് ഇസ് ഡൺ ഇൻ മെയിൽ. പുരുഷന്മാർക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഉദാഹരണമായിട്ട് ഒരു ഫാമിലി തീരുമാനിക്കുകയാണ് നമുക്കിനി കുഞ്ഞുങ്ങളൊന്നും വേണ്ട. അപ്പോൾ മെയിൽ ബോഡിയിലും സർജറി ചെയ്യാം, ഫീമെയിൽ ബോഡിയിലും സർജറി ചെയ്യാം കുഞ്ഞുങ്ങൾ ഇനി വേണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആൺകുട്ടികൾക്കല്ല പുരുഷന്മാർക്ക് വേണ്ടി ചെയ്യുന്ന സർജറിയുടെ പേരാണെന്ത്? വാസെക്ടമി എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? വാസെക്ടമി. ഓക്കെ, ഈ വാസെക്ടമിയിൽ ഈ ഒരു ട്യൂബ് കണ്ടോ, ഇതാണ് വാസ് ഡെഫറൻസ്. ഇത് നമ്മളിവിടെ കട്ട് ചെയ്യും. ഇതേപോലെ ഫീമെയിൽ ബോഡിയിൽ ചെയ്യുന്ന ഒരു സർജറിയുടെ പേരാണെന്ത്? ട്യൂബെക്ടമി എന്നാണ് വിളിക്കുക. ഈ കാണുന്നതാണ് ഫലോപ്പിയൻ ട്യൂബ് എന്ന് വിളിക്കുന്ന ട്യൂബ്. ഈ ട്യൂബ് നമ്മളിവിടെ കട്ട് ചെയ്യാണ് ചെയ്യുക. ഇങ്ങനെ ഈ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ സർജറിയെ ട്യൂബെക്ടമി എന്നും, വാസ് ഡെഫറൻസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ വാസെക്ടമി എന്ന് വിളിക്കും. വാസെക്ടമി ചെയ്യുന്നത് പുരുഷന്മാർക്കും ട്യൂബെക്ടമി ചെയ്യുന്ന സ്ത്രീകൾക്കുമാണ്. ഈ രണ്ട് സർജറിയും പെർമനൻ്റ് മെത്തേഡ്സാണ്. ഇതാര് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? ഇനി ഒരിക്കലും ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച ആളുകളാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാറുള്ളത്. താൽക്കാലികമായി കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് തീരുമാനിച്ച ആളുകൾക്ക് വേറെയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ട് പ്രഗ്നൻസി കൺട്രോൾ ചെയ്യേണ്ട ആൾക്കാർ ചെയ്യുന്ന സർജറിയാണ് വാസെക്ടമിയും ട്യൂബെക്ടമിയും. ഓക്കെ, അപ്പോൾ ആ ആൻസർ പലപ്പോഴും വന്നിട്ടുണ്ട്, എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നെയിം എനി 3 നാച്ചുറൽ ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്. നാച്ചുറലായിട്ട് പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 മെത്തേഡുകൾ ഏതെല്ലാമാണ്? 1 പീരിയോഡിക് അബ്സ്റ്റിനൻസ്, 2 ലാക്ടേഷണൽ അമിനോറിയ, 3 കൊയ്റ്റസ് ഇൻ്ററപ്റ്റസ്. 3 മെത്തേഡും കൃത്യമായി പഠിച്ചു വെക്കുക. ഈ 3 പ്രഗ്നൻസി കൺട്രോൾ ചെയ്യുന്ന മെത്തേഡുകളിൽ ഏറ്റവും സൈഡ് എഫക്റ്റുകൾ കുറവുള്ളത്. കാരണം ഇത് 3 നാച്ചുറൽ മെത്തേഡാണ്. ഇത് പ്രത്യേകിച്ച് പുറമേ നിന്നുള്ള വസ്തുക്കളൊന്നും ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ഏറ്റവും സൈഡ് എഫക്റ്റ് കുറവുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് 3 പ്രത്യേകമായി പഠിച്ചു വെക്കുക. ഇനി എക്സ്പാൻഡ് MTP, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമാണ് MTP ബന്ധപ്പെട്ടത്. MTP എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻ്റ് ആയ ഒരാൾ ആ പ്രഗ്നൻസിയെ മെഡിസിൻസിൻ്റെ സഹായത്തോടു കൂടി ടെർമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത്? MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ചില സമയത്ത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ ശേഷം ഡോക്ടർ സ്കാൻ ചെയ്ത ശേഷം പറയും ഈ കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ഈ അമ്മക്ക് വളരെ ഹാംഫുള്ളാണ്. ഇങ്ങനെയൊക്കെ തോന്നുന്ന പ്രത്യേക സാഹചര്യങ്ങളിൽ MTP അല്ലെങ്കിൽ പ്രഗ്നൻസി നമുക്ക് എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം മെത്തേഡിനെ വിളിക്കുന്ന പേരാണിത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെങ്കിൽ MTP എന്ന് വിളിക്കുന്നത്. അത് എക്സാം ചോദിക്കും MTP എന്താണ്? ഇറ്റ് ഈസ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. പിന്നെ ചോദിക്കും എപ്പോഴാണ് MTP അനുവദിക്കുന്നത്? പ്രഗ്നൻസി അമ്മക്കോ കുഞ്ഞിനോ ഏതെങ്കിലും രൂപത്തിൽ ഹാംഫുൾ ആണെങ്കിലാണ് ഇത് ചെയ്യാൻ സാധിക്കുക. അതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പലപ്പോഴും മിസ്യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴാണ് MTP മിസ്യൂസ് ചെയ്യുന്നത്? എപ്പോഴാണ്? ഫോർ ഫീമെയിൽ ഫിറ്റിസൈഡ്, പെൺകുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി MTP ചെയ്ത് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിയമവിധേയമായിട്ട് നമ്മൾ പണിഷബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രത്യേകം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, ഇനി പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യാനുള്ള ബാരിയർ മെത്തേഡുകൾ ഏതെല്ലാമാണ് ചോദിക്കാറുണ്ട്. പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യാനുള്ള ബാരിയർ മെത്തേഡ്സ് 1 സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട്, ഡയഫ്രം, അതുപോലെ ഇതിൽ കൊടുത്തിട്ടുള്ള കോണ്ടംസും ഈ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ബാരിയർ മെത്തേഡ്. പ്രഗ്നൻസിയെ കൺട്രോൾ ചെയ്യാനുള്ള 5, 6, 7 എണ്ണം തന്നിട്ട് അത് ഓരോന്നും ഏത് വിഭാഗത്തിൽ വരുന്നോ, ബാരിയർ മെത്തേഡാണോ അല്ലെങ്കിൽ IUDകളാണോ അല്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡാണോ സർജിക്കൽ മെത്തേഡാണോ സ്പെസിഫിക് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മുൻപ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ മുൻപ് വന്നതാണ് വാട്ട് ഈസ് ദി സ്ട്രക്ചർ? ദിസ് ഈസ് കോപ്പർ ടീ. ഓക്കെ, കോപ്പർ ടീയുടെ ചിത്രമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കോപ്പർ ടീ കൊടുത്ത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്ന് റിലീസ് ചെയ്യുന്ന കോപ്പർ അയണുകൾ സ്പേമുകളെ നശിപ്പിച്ച് കളയും എന്നാണ് ആൻസർ ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ഓൾറെഡി വന്നതാണ്. ഈ 2 മെത്തേഡുകൾ തിരിച്ചറിയുക. ഇത് വാസെക്ടമിയാണ്,
ഇത് ട്യൂബെക്ടമിയാണ്. ഇത് രണ്ടും പ്രഗ്നൻസി കൺട്രോൾ ചെയ്യാനുള്ള സർജിക്കൽ മെത്തേഡുകളാണ്. ഇത് രണ്ടും നോട്ട് റിവേഴ്സിബിൾ ആണ്, തിരികെ കൊണ്ടുവരാൻ സാധിക്കാത്തതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് പിന്നെ കുറേ ഷോർട്ട് ഫോമുകൾ ചോദിക്കാറുണ്ട്. അതായത് ഫുൾ ഫോമുകൾ പല IUD എന്താണ്, AI എന്താണ്, ഗിഫ്റ്റ് എന്താണ്, സിഫ്റ്റ് എന്താണ്, IVF എന്താണ്, ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക. നന്നായി എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ചാപ്റ്ററാണ്. നന്നായി പഠിച്ച എല്ലാവരും മികച്ച സ്കോറുകൾ വാങ്ങുക. അതുപോലെ നമ്മുടെ ചാനലൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കൂട്ടുകാരോടൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു.